എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വലിയ ഡൗൺ സൈഡിലേക്ക് വീണതിന് ശേഷം അത്ഭുതകരമായ റിക്കവറി നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ആ റിക്കവറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ പൂർണ്ണമാക്കി ഇപ്പോൾ വീണ്ടും ടാർഗറ്റിലേക്ക് എത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻ്റ്. ഇപ്പോൾ മുഖ്യമായ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് 24,860-850 റേഞ്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിനാരിയോ വെച്ച് നോക്കുമ്പോൾ അടുത്ത ആഴ്ച, അതായത് ഡിസംബർ 3rd വീക്കിൽ മാർക്കറ്റ് ഹൈയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ചയിലെ പ്രകടനം മൊത്തത്തിലുള്ള ഈ മാസത്തെ സിനാരിയോയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക്, അതായത് ഡിസംബർ 3rd വീക്ക് ആൾ ടൈം ഹൈയിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോകും എന്ന് പറയുന്നില്ല. പലരും കമൻറ്റിൽ കണ്ടു മൂഞ്ചിപ്പോയില്ലേ, കീഞ്ചിപ്പോയില്ലേ എന്നൊക്കെ. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കും, കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കും, പ്രോഫിറ്റ് എടുക്കുന്നവർ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കും, ലോസ് ആവുന്നവർ ലോസ് ആയിക്കൊണ്ടിരിക്കും. അതൊന്നും ആരെയും കുറ്റം പറയും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അതിനിപ്പോൾ മൂഞ്ചിപ്പോയില്ലേ, കീഞ്ചിപ്പോയില്ലേ, ആഞ്ചിപ്പോയില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലാതെ ട്രേഡ് എടുക്കുന്നതല്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ക്യാപ്ഷൻ എന്തായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്? ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനുണ്ട്, അത് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു റാലി കിട്ടുമെന്നാണ്. എന്താണ് സംഭവിച്ചത്? അന്ന് നല്ലൊരു റാലി കിട്ടിയില്ലേ? ബ്രേക്ക് ഔട്ട് നടന്ന് താഴത്തേക്ക് പോയില്ലേ വ്യാഴാഴ്ച ദിവസം? പിറ്റേ ദിവസം വെള്ളിയാഴ്ചയും എന്താണ് സംഭവിച്ചത്? നേരെ താഴെ വന്ന് തിരിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 15 മിനിറ്റ്സ് ക്യാൻഡിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും വി ഷേപ്പ് റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത്. വി ഷേപ്പ് റിക്കവറി കണ്ടുകൊണ്ടാണ് എനിക്ക് വെള്ളിയാഴ്ച ട്രേഡുകൾ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വൈകിയാണ് വന്നത്. നമ്മുടെ അടുത്താണ് മരണം സംഭവിച്ചത്. എൻ്റെ ഓഫീസിൻ്റെ 1 കിലോമീറ്റർ അടുത്തായിരുന്നു. നമ്മുടെ ആ ടൗണിലുള്ള എല്ലാ ഷോപ്പുകളും ഓഫീസുകളും അന്ന് അവധിയായിരുന്നു. ഞാനും സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നല്ലൊരു വി ഷേപ്പ് റിക്കവറിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഉടനെ ഞാൻ ഉച്ചയ്ക്ക് ആണെന്ന് തോന്നുന്നു 2 മണിക്ക് ശേഷം ഒരു സിഗ്നൽ പറഞ്ഞു, ഒരു സജഷൻ കൊടുത്തു. 20-25 പോയിൻ്റോളം പ്രോഫിറ്റ് കിട്ടി. നല്ല വി ഷേപ്പ് റിക്കവറി, സ്ട്രോങ് ആയിട്ടാണ് റിക്കവർ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ കടന്നു കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കറ്റ് ഈ വരുന്ന ആഴ്ച മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉറപ്പില്ല. ഇനി മൂഞ്ചിപ്പോയില്ലേ, കീഞ്ചിപ്പോയില്ലേ എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവർ, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 ആളാണെങ്കിലും ശരി. എനിക്ക് മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ട്. ചില സമയത്ത് ചില വീഡിയോയിൽ 10 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ എന്നിട്ട് എന്താ വീഡിയോ ഇടയിൽ നിർത്തുന്നുണ്ടോ? ഇത് നമ്മുടെ തൊഴിലാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യും തൊഴിൽ ദൈവം. തമിഴിലൊരു ചൊല്ലുണ്ട്, ചെയ്യും തൊഴിൽ ദൈവം. മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ആര് കണ്ടാലും ആര് കണ്ടിട്ടില്ലെങ്കിലും ആര് സബ്സ്ക്രിപ്ഷൻ ചെയ്താലും എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 50 മിനിറ്റ്സിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ബാങ്ക് നിഫ്റ്റി ആൾറെഡി അപ്സൈഡിലേക്ക് വന്നു കഴിഞ്ഞു. തീർച്ചയായും ഇനി അതോടൊപ്പം തന്നെ സെൻസെക്സിനെയും നിഫ്റ്റിയെയും ഈ ബാങ്ക് നിഫ്റ്റി കൂടെ കൂട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ നേരത്തെ വരച്ചിരുന്നതാണ്. ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് നിൽക്കുന്നത്. ആൾ ടൈം ഹൈയിലേക്ക് ഇനി അധിക ദൂരമൊന്നുമില്ല, 54,466. ഏതായിരുന്നാലും ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റുകൾ മുകളിലേക്ക് നെക്സ്റ്റ് വീക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു ദുരന്തത്തിനിടയിൽ നമ്മൾ ട്രേഡ് എടുക്കാനുള്ള സജഷൻ ചെയ്തിരുന്നു. ഡൗൺ സൈഡിലേക്ക് 24,512 താഴെയാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിക്കൊണ്ട് തിരിച്ച് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അടിപൊളി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും നിഫ്റ്റിയിൽ. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും എല്ലാം തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ചെയ്തത് നമ്മുടെ ഈ 2 റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇടയിലാണ്. നേരെ താഴെ വരികയാണ് ചെയ്തത്. നേരെ താഴെ വരുന്ന സ്ഥിതിക്ക് എന്തായാലും ട്രേഡ് എടുക്കാനുള്ള ആ സന്ദർഭം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നേരെ താഴത്തേക്ക് വരികയാണ് ചെയ്തത്. തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാൻ കഴിഞ്ഞു. തിരിച്ച് നല്ല പ്രോഫിറ്റിലേക്ക് സെൻസെക്സിനെയും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ,
ഡൗൺ സൈഡിലേക്ക് എടുക്കാനുള്ള സന്ദർഭം ഒത്തുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് അപ്പ് സൈഡിലേക്ക് ബ്രേക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച 3 ദിവസം പ്രോഫിറ്റ്, അതിന് മുന്നത്തെ ആഴ്ചയും 3 ദിവസം പ്രോഫിറ്റ്, ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. മറ്റുള്ള 3 ദിവസം നമുക്ക് ട്രേഡ് ലഭിച്ചിട്ടില്ല. ഓക്കെ, അത് പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ചാർട്ട് അല്ലെങ്കിൽ കലണ്ടർ പേജ് വെച്ചിട്ട് ഞാനത് മാർക്ക് ചെയ്ത് വ്യക്തമാക്കാം. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്ക് നാളെ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം. അതിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് പെട്ടെന്ന് തന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടെലഗ്രാമിൻ്റെ ലിങ്കുണ്ട്. ആ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഐഡിയ കിട്ടും. നിങ്ങൾ ജോയിൻ ചെയ്യുക ആദ്യം. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ്. വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് സബ്സ്ക്രിപ്ഷൻ 1 ഇയറിന് ചെറിയ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് ചെയ്യാനുള്ള പരിപാടി കമ്പനി അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ടെലഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് നാളെ ട്രേഡ് എടുക്കാനുള്ള ഐഡിയകൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് നോക്കാം. ഡേ ക്യാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് 24,860 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതേസമയം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത് താഴത്തേക്ക് വരാം. 24,500 താഴെ, അത് നമ്മുടെ ഒരു മേജർ സപ്പോർട്ടായിരുന്നു. അതാണ് വെള്ളിയാഴ്ച ഉടച്ചിട്ട് താഴെ വന്നത്. പക്ഷേ നമുക്ക് വെള്ളിയാഴ്ച ആ 24,500 താഴെയാണ് ഓപ്പൺ ചെയ്തത്. കണ്ടോ, 24,498 ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ചെറുതായിട്ട് മുകളിലേക്ക് 520 വരെ പോയിട്ട് പിന്നെ താഴേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെട്ടത്. സാരമില്ല, നമുക്ക് അപ്പ് സൈഡിലേക്ക് കിട്ടിയല്ലോ എന്തായിരുന്നാലും. ഓക്കെ, അപ്പോൾ 24,860 മുകളിൽ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ മുകളിലേക്കും 24,500 താഴെ വീണ്ടും താഴത്തേക്കും എടുത്തു വരാം. അത് തന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 5 മിനിറ്റിൽ നോക്കൂ എത്ര സുന്ദരമായ വി ഷേപ്പ് റിക്കവറി എവിടെ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് മുകളിലേക്ക് പോകാം. കുറച്ച് നേരം കോഡ് ചെയ്യാം, നന്നായി പോകും. അത് ഇപ്പോൾ എത്രയോ അനുഭവങ്ങളായി നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു. 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് എടുത്തു വരാം. 24,700 താഴെ, 24,700 താഴെ കുറച്ചുകൂടെ ഡൗൺ സൈഡിലേക്ക് വന്ന് 24,670 താഴെ 30 പോയിൻ്റ് കൂടെ താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. ഡൗൺ സൈഡിലേക്ക് നമുക്ക് 5 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തു വരാം. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 24,860 മുകളിൽ തന്നെ മതിയാവും. കാരണം അത് അവിടെ അങ്ങനെയാണ് നിൽക്കുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ വരുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന് മുകളിലേക്ക് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ബ്രേക്കൗട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാൻ കഴിയും. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും നെക്സ്റ്റ് വീക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് 54,460 മുകളിൽ എൻട്രി എടുത്ത് പോകാൻ കഴിയും. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പിന് താഴെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടെയെല്ലാം നിറയെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനോട് ചേർന്ന് 52,230 താഴെയും എൻട്രി എടുക്കാം. ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ്. അത് തന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ അപ്പ് സൈഡിലേക്ക് 53,900 മുകളിൽ എൻട്രി എടുക്കാം. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. 53,900 മുകളിലേക്ക് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. അതുതന്നെ ഡൗൺ സൈഡിലേക്കാകുമ്പോൾ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് 53,180 താഴെയും എൻട്രി എടുക്കാം. അങ്ങനെ 53,180 താഴെ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് പ്രതിഫലിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 52,857 ഏകദേശം ഒരു 200-300 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 53,180 താഴെയും എൻട്രി എടുത്ത് നിങ്ങൾക്ക് കാത്തിരിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. നാളെ തിങ്കളാഴ്ച സെൻസെക്സിലേക്ക് വരുമ്പോഴും നോക്കൂ, ഇന്ത്യയുടെ മാപ്പ് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അപ്സൈഡിലേക്കാണ് നമുക്ക് സിഗ്നലുകൾ നൽകുന്നത്. നമുക്ക് സെൻസെക്സിൽ
റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് ഇത് മേജർ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 82,780 വൺ ഡേ ടൈം ഫ്രെയിമിൽ. ഇനി 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ എൻട്രി എടുക്കാം. 82,330 82,330 മുകളിൽ എൻട്രി എടുത്തു പോകാം 1 അവർ ടൈം ഫ്രെയിമിൽ. അത് തന്നെ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ, അതിനു മുമ്പ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കട്ടെ. 80,200 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ 80,600 താഴെ ഡൗൺ സൈഡിലേക്കും സെൻസെക്സിൽ എടുത്തു പോകാവുന്നതാണ്. അത് തന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 82,330 മുകളിൽ തന്നെയാണ് അപ്പ് സൈഡിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ. ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സിഗ്നലിൽ നിന്ന് നമുക്ക് പിടിച്ചു വരാം 81,150 താഴെ. ഓക്കെ, ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. കറക്റ്റ് സമയം വരുമ്പോൾ ക്രോസ് ആൻഡ് ക്ലോസ് ഒക്കെ ചെയ്യട്ടെ. യാതൊരു അർജൻറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ്സ് ക്യാൻഡിലാണെങ്കിൽ ഒരു ക്യാൻഡിൽ തീരാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത 5 മിനിറ്റ് കൂടെ ക്ലോസ് ആയതിനു ശേഷം എടുത്തിട്ട് പോയാലും നന്നാവും. ഒരു റീട്രേസ്മെൻറ്റ് നടത്തിയതിന് ശേഷം വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാലും എടുത്തു പോകാം. ഓക്കെ, ഏതായിരുന്നാലും നാളെയും നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു.